അടുക്കളയിലെല്ലാം ഞാൻ സെറ്റാക്കി വെച്ചേക്കുവാ. അതാന്നോ സമയം കളയണ്ടല്ലോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നാന്നറിയാവോ? ഒരു അടയാ ചെയ്യാൻ പോകുന്നത്. നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു അടയുണ്ട് അല്ലേ, നമ്മുടെ ശർക്കര കൂട്ടൊക്കെ വെച്ചേച്ച ഒരട. പക്ഷെ അതിനെക്കാട്ടിലും ഞാനൊരു വ്യത്യാസമായിട്ടായിരുന്നു ഒരു അട ചെയ്യാൻ പോകുന്നത്. അട സാധാരണ ഒരു ചെറിയൊരു വ്യത്യാസം അത്രേ ഉള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റാ. ഒരു വ്യത്യാസമായിട്ട് ഇരിക്കട്ടെ, എപ്പോഴും നമ്മൾ കഴിക്കുന്ന കൂട്ടല്ല, ഒരു ചെറിയ വ്യത്യാസം. അപ്പൊ അതിനായിട്ട് ആദ്യം എന്നാ ചെയ്യണം? വെള്ളം തിളയ്ക്കാൻ വെക്കണം, മാവ് കുഴയ്ക്കണം, കുറച്ച് കാര്യമുണ്ട്. അപ്പൊ ആദ്യം ഒന്ന് വെള്ളം തിളയ്ക്കാൻ വെക്കട്ടെ. ഓക്കെ, ഇനി ഇതിൽ വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് എത്രയാ അംഗങ്ങൾ എങ്ങനെയാ നോക്കിയേച്ച്. കാര്യം ചില സമയം നമ്മളെ ഒരു ഭയങ്കര സന്തോഷത്തോടെ അടുക്കളയിൽ കയറിയേച്ച് നമുക്ക് ഇന്ന് ഇച്ചിരി അട ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് കയറി എല്ലാവരും കഴിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞേച്ച് നമ്മൾ അതും കൂടെ തുടങ്ങിയേച്ച് എന്നാ കാര്യം? ഒരു കാര്യമില്ല. ചില സമയം പിള്ളേരൊക്കെ ഈ നുള്ളിപ്പെറുക്കിയൊക്കെ കഴിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അരിച്ചം പിടിക്കുവേ. അതുകൊണ്ട് നോക്കിയും കണ്ടും വേണം നമ്മളെ മാവ് എടുക്കാനായിട്ട്. എത്ര വേണമെന്ന് വെച്ചാൽ അളവ് എന്ന് പറയാൻ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയാൻ മേല. ഇതിപ്പോ ഒരു 4 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ടു. ഇതൊരു 5, മാക്സിമം എത്ര വേണം? ഒരു മതി, 6 ടേബിൾ സ്പൂൺ മതിയാവും. ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ്. അറിയാലോ ഉപ്പിന്റെയൊക്കെ അളവ്. ഞാൻ ഒത്തിരി ഇടുന്നില്ല, ഒരു ഇച്ചിരി ഇടുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ നമ്മൾ TV കൂടെ കാണുമ്പോഴത്തേന് ഞാൻ അങ്ങ് ഒത്തിരി ഇടുന്ന കൂട്ടങ്ങ് തോന്നും, പക്ഷെ ഒന്നും ഇടുന്നില്ല കേട്ടോ. നമ്മൾ കുഴയ്ക്കുന്ന മാവ് ഒരു ഇച്ചിരി സോഫ്റ്റ് ആവാനായിട്ട് കുറച്ച് നെയ്യ്. അന്നേച്ച് ഇതൊന്ന് നല്ലതായിട്ട് ഈ നെയ്യ് ഈ മാവേല് നല്ലതായിട്ടൊന്ന് ആക്കുക. അപ്പൊ ആ ഉപ്പും എല്ലാം ഒന്ന് നല്ലതായിട്ട് ചേരുവേ. ശരിക്കും വെള്ളം വന്നതിൽ നല്ലോണം വെട്ടി തിളയ്ക്കണം. ഞാനിപ്പോൾ വെള്ളം നല്ലോണം തിളച്ചു. ഇനി ഞാൻ ഈ മാവിലോട്ട് ഒഴിക്കുക. എപ്പോഴും ഓർത്തോണം, വറുത്ത പൊടി ആയതുകൊണ്ട് നമ്മൾ ചേർക്കുന്നത് എടുക്കുന്ന മാവിന്റെ ഇരട്ടി അളവ് അത് കുഴയ്ക്കുമ്പോഴത്തേക്ക് ആവും. ഇച്ചിരി കൂടി വെള്ളം മതി. ഓക്കെ, ഇപ്പൊ എന്തായാലും ഇത് നമുക്ക് കൈയിട്ട് കുഴയ്ക്കാൻ ഒക്കുകയില്ല. ഇതിന്റെ ചൂടൊന്ന് ആറട്ടെ, അതുവരെ ഇതൊന്ന് ഇവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ഈ പാത്രം അങ്ങോട്ടൊന്ന് മാറ്റി വെച്ച്, പാത്രമൊക്കെ അവസാനം ജോലി കഴിഞ്ഞേറ്റേ കഴിവത്തുള്ളൂ. ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ സാധാ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തേക്കുന്നത്. ഇതിനകത്ത് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വെള്ളം ഇതിനകത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതിന് വേണ്ടിയ സാധനങ്ങൾ ഞാനിപ്പം പറയുന്നതിന് മുമ്പേ ഞാൻ എൻ്റെ പാചകം തുടങ്ങി. പക്ഷെ എന്നാലിപ്പം നിങ്ങൾ കണ്ടല്ലോ, അരിപ്പൊടി എന്തായാലും വേണം. അത് കഴിഞ്ഞാൽ വേണ്ടിയത്, ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്ന് വെച്ചാൽ കുറച്ച് ക്യാരറ്റ് കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോ ഒരു 2-3 ക്യാരറ്റ്, പക്ഷെ നമുക്ക് ആവശ്യം അനുസരിച്ച് എടുത്ത് വെച്ചാൽ മതിയേ, ബാക്കി ജ്യൂസ് അടിക്കാമല്ലോ. പിന്നെ വേണ്ടിയത് കുറച്ച് പഞ്ചസാര, കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് നെയ്യ്. ഇത് വേണ്ടിയത് കുറച്ച് കണ്ടൻസ് മിൽക്കാണ്. ഒത്തിരി വേണ്ട, കാര്യം നമ്മൾ പഞ്ചസാരയും കൂടെ ചേർക്കുന്നതല്ലേ. പിന്നെ ക്യാരറ്റിനാണെങ്കിൽ മധുരവും ഉണ്ട്. പിന്നെ കുറച്ച് മുന്തിരിങ്ങ, ഇത് കുറച്ച് ബദാം അരിഞ്ഞു വെച്ചേക്കുക, ഇത് ഏലക്ക പൊടിച്ചത്, പഞ്ചസാര ചേർത്ത് പൊടിച്ചേക്കുക. ഇനിയുള്ളത് ഒരു ഇച്ചിരി പാല്. ഇപ്പൊ തണുത്ത പാല്, കാച്ചിയ പാല് തന്നെ വേണമെന്നൊന്നുമില്ല. പിന്നെ അറിയാലോ നമ്മൾ അരിപ്പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട്, വേണ്ടേ? ഇനിയിപ്പം ഈ പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം. ആദ്യം നമുക്ക് കുറച്ച് ആ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഒന്ന് വറുത്ത് എടുക്കാം. ആദ്യം ഇച്ചിരി ബദാമൊക്കെ ഇച്ചിരി കൂടുതൽ ഇട്ടു, എനിക്കിഷ്ടമാണ്. അതിനകത്ത് ഈ നട്ട്സൊക്കെ ഒത്തിരി കടിക്കുന്നതൊക്കെ ഇഷ്ടമാണ്. കുറച്ച് അണ്ടിപ്പരിപ്പ്. ഇതൊന്ന് മൂത്ത് കഴിഞ്ഞേച്ചും നമുക്ക് മുന്തിരിങ്ങ ഇട്ടാൽ മതി. ഇതൊരു ഇച്ചിരി നല്ലതായിട്ട് മൂക്കണേ. പിന്നെ ഉള്ളത് ഇച്ചിരി മുന്തിരിങ്ങയ്ക്ക് പെട്ടെന്ന് മൊരിയും. അപ്പൊ ഞാൻ മറ്റേതൊരു ഏകദേശം ആയി കഴിയുമ്പോഴത്തേക്ക് മുന്തിരിങ്ങ അങ്ങ് ഇട്ട് കൊടുത്തോ. എനിക്ക് ശരിക്കും ഈ അണ്ടിപ്പരിപ്പും ബദാമും ഒന്നും ഒത്തിരി അങ്ങ് മൂത്ത് ബ്രൗൺ ആവുന്ന ഇഷ്ടമല്ല. അന്നേരത്തെ തന്നെ എനിക്ക് ചെറിയ ബ്രൗൺ ആയാൽ മതി, എന്നാലും അതിനൊരു ടേസ്റ്റ് ഉള്ളേ. ഇത്രയും മൂപ്പ് മതി എനിക്കിതിൽ ഒരുപാട് മൂക്കൊന്നും എനിക്ക് അങ്ങോട്ട് വേണ്ട.
നേരെ ഒരു ഇച്ചിരി മൂപ്പ് മതി. എന്ന് വെച്ചാൽ ഞാൻ ഈ ബൗളിലോട്ട് മാറ്റുവാണേ. ഇനി ഇതേ പാനിൽ തന്നെ നമ്മൾ ഒരു ഇച്ചിരി നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ച് നമുക്ക് ക്യാരറ്റിന്റെ ഒരു പച്ചച്ചോവ മാറ്റണം. ഇതിനകത്തെ ആ വാട്ടർ കണ്ടന്റ് ഒന്ന് പോയി കഴിഞ്ഞാല് ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇടാം. ആവശ്യമുള്ള മധുരം. ചിലർക്ക് ഒരുപാട് മധുരം ഇഷ്ടമല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ എനിക്ക് എന്താ പറയാ ഒത്തിരി മധുരം അങ്ങോട്ട് ഞാൻ ചേർക്കുന്നില്ല. പിന്നെ ക്യാരറ്റിന് മധുരമുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേച്ച് വേണം നമ്മൾ ഇതിനകത്ത് പഞ്ചസാരയും കണ്ടൻസ് മിൽക്കും എല്ലാം ചേർക്കാൻ. ഇതിനകത്ത് ശർക്കര ചേർക്കുന്നവരുണ്ട്. പക്ഷെ ശർക്കരയെക്കാട്ടിലും കുറച്ചുകൂടി ടേസ്റ്റ് ഇതിന് തന്നെയാണ്. പഞ്ചസാര എല്ലാം അലുത്തു അന്നേച്ച് ഇനി കുറച്ച് ഞാൻ ഈ കണ്ടൻസ് മിൽക്ക് ഒഴിക്കുവാണ്. ചിലര് കുറച്ച് പാൽപ്പൊടി ഇടാറുണ്ട്. അതിട്ടാലും നല്ല ടേസ്റ്റ് ആണ്. ചിലർ പാൽ ഒഴിക്കാറില്ല, എന്നാലും കുഴപ്പമില്ല. ഇഷ്ടമല്ലാത്തവർ ഒഴിക്കണം എന്നില്ല. കാര്യം കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോൾ തന്നെ ഏകദേശം പാലും പഞ്ചസാരയും എല്ലാം ഇതിനകത്ത് അടങ്ങുക. എന്നാലും നമ്മളൊരു സാധനം ഉണ്ടാക്കുമ്പോഴത്തേന് എന്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി ഞാൻ ഒരു ഇച്ചിരി പാൽ ഒഴിക്കുവാണേ. എന്നു വെച്ചാ ആ ക്യാരറ്റ് ഒന്ന് വേവുണ്ടായോ അതിനും വേണ്ടിയിട്ട്. ഇനി ഈ നമ്മൾ ഒഴിച്ച പാലില്ലേ, ആ പാലും ക്യാരറ്റിനകത്തെ വെള്ളം പിന്നെ പഞ്ചസാരയ്ക്ക് പൊതുവേ ഒരു നമ്മൾ ചേർക്കുമ്പോൾ ഒരു ചെറിയൊരു വാട്ടറി കണ്ടന്റ് വരും. പിന്നെ കണ്ടൻസ് മിൽക്ക് ഇത് എല്ലാം ഒന്ന് വറ്റി കഴിഞ്ഞാൽ നമ്മൾക്ക് ബാക്കി ചേർക്കാം. അതായത് ഏലക്കാപ്പൊടിയും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും എല്ലാം ചേർക്കാം. പക്ഷെ ഈ വെള്ളം വറ്റുന്ന ഒരു പ്രയാസമൊന്നുമല്ല. പിന്നെ അത് അതിന്റെ പണി ചെയ്യണ്ടേ. അതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ അതിനൊന്ന് വിട്ടുകൊടുത്തേച്ചാൽ മതി. ആ സമയം കൊണ്ട് മാവ് തണുത്തോ എന്നൊന്ന് ഞാൻ നോക്കട്ടെ. ചൂടാണെങ്കിൽ ഞാൻ കുഴക്കുകയില്ല. അതേണ്ട ഇപ്പൊ തന്നെ ആവി പോകുന്നു. ചൂടാണെങ്കിൽ ഞാൻ തൊടുകയില്ല. ഇച്ചിരി ചൂടുണ്ട് കേട്ടോ. അതൊന്ന് മാറിയേച്ച് ഞാൻ കുഴക്കാം. ഇപ്പൊ നമ്മുടെ ക്യാരറ്റ് നല്ലോണം വെള്ളം പറ്റി വേണ്ടേ എല്ലാം എന്താ പറയാ ആ നെയ്യ് ഒന്ന് വെളിയിലോട്ട് വന്നു തുടങ്ങി. ഇനി ഈ സമയത്ത് തേങ്ങയില്ലേ, തിരുമിയ തേങ്ങ, പച്ച തേങ്ങ തന്നെ. ഇനിയിപ്പൊ പച്ച തേങ്ങ എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ അത് അന്വേഷിച്ച് പോകേണ്ടി വരും. അങ്ങനെയൊന്നും ഇല്ല. നമ്മുടെ വീട്ടില് തിരുമി വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു തേങ്ങ ഉണ്ടെങ്കിൽ അതായാലും മതി. അതൊരു ശകലം എടുക്കുക. ഇതിന്റെ മേളില് ഒരു ഇച്ചിരി ഇട്ട് കൊടുക്കുക. കുറച്ച് മതി. ഇനിയിപ്പൊ അഥവാ ചിലർക്കുണ്ടല്ലോ ഈ ഇളം തേങ്ങ ഇഷ്ടമായിരിക്കും. അതായത് ഈ കരിക്കും അല്ല തേങ്ങ അല്ലാത്തൊരു പരുവല്ലേ, ആ പരുവത്തിനുള്ള തേങ്ങ ഇട്ടാലും നല്ല ടേസ്റ്റാ. പക്ഷെ അങ്ങനെ തേങ്ങ ഇടുവാന്നേല് ഈ പറഞ്ഞ പോലെ എന്താ പറയാ അധികം ദിവസം ഇരിക്കുമല്ലേ. ഇതൊക്കെ ആന്നേലും ഒരു ഇച്ചിരി നേരം ഇരിക്കും. പക്ഷെ നമ്മൾ അതിനു വേണ്ടി ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. അന്നേരം കഴിക്കുന്ന ഏറ്റവും നല്ലത്. ഇനി ഇതിനകത്തോട്ട് ഞാൻ തന്നെ കുറച്ച് നമ്മുടെ ഏലക്കാ പൊടി ഇടുക. ഇതും പഞ്ചസാര ചേർത്ത് പൊടിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചോണേ, പഞ്ചസാരയുടെ മധുരം കൂടരുത്. ഏലക്കായുടെ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുമ്പോ തന്നെ ഒരു മണം വരണ്ടേ, അത്ര വന്നില്ല. അപ്പൊ നമ്മൾ ഒരു ഇച്ചിരി കൂടി ഇടുക. ഓക്കെ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ മുരിച്ചു വെച്ചേക്കുന്ന ഇതില്ലേ, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ബദാം, ഇത് എല്ലാം ഇതിനകത്തോട്ട് ചേർക്കുക. ഇത്രേ ഉള്ളൂ. ഇനി ഞാൻ തീ ഓഫ് ചെയ്യുക. മാവ് ഏകദേശം ആറിയിട്ടുണ്ട്. അപ്പൊ ഞാനത് നല്ലതായിട്ടൊന്ന് കുഴച്ചേച്ച് പരത്താൻ തുടങ്ങണം. പരത്താൻ തുടങ്ങിയേച്ച് നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ ഇഷ്ടമാണ്, ഒന്നെങ്കിൽ ഇത് അട ചുട്ടെടുക്കാം. ചുട്ടെടുക്കുക ഇൻ ദ സെൻസ് നമ്മുടെ തവയില് ഇല പരത്തി വെച്ച് ഇലയിൽ മാവ് പരത്തി തുറുവെല്ലാം മാവത്ത് വെച്ചേച്ച്
ചപ്പാത്തി ചുടുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് നമുക്ക് ചുട്ടെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇലയിൽ പരത്തി വെച്ച് നമുക്ക് ആവിയിൽ സ്റ്റീം ചെയ്തെടുക്കാം. അതായാലും മതി. ഇത് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് എന്നാ പറയുന്നത്, ചുട്ടെടുക്കുന്ന കേട്ടോ. അതിനൊരു ഇച്ചിരി ആ ഇലയുടെ ഒരു കരിഞ്ഞ ചൊവ്വയും ഒക്കെ വരുമ്പോഴത്തേനും ഒരു ടേസ്റ്റും ഉണ്ടാവും. ഓക്കെ, ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇല. ആക്ച്വലി നമുക്ക് വാഴയില ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വട്ടയില ഇല്ലേ, അത് എന്നെ പലയിടത്തും പല ഭാഷയായിരിക്കും പറയുന്നത്, പക്ഷെ എല്ലായിടത്തും കാണുന്ന ഒരു ഇലയാ. അതായാലും മതി. പിന്നെ ഈ വാഴയില ആണെങ്കിൽ നമ്മൾ എപ്പോഴും വാട്ടിയേച്ച് വേണം ഇലയപ്പം ഉണ്ടാക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവും നമ്മൾ മടക്കുമ്പോഴത്തേനെ. ഇല കീറാൻ പോലും അറിയാൻ മേലാന്നല്ലേ എല്ലാവരും ചിന്തിക്കുന്നേ. അതല്ല, ഞാനിത് കീറാൻ പോയപ്പോഴത്തേന് എൻ്റെ കൈവാക്കിന് നിൽക്കുന്നില്ല, അന്നേരം മൊത്തം അങ്ങ് കീറിപ്പോവും. പിന്നെ കിട്ടിയ വാഴയിലയും കൂടെ അങ്ങ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ പിച്ചാത്തി എടുത്തേ. നമ്മൾ മുറിക്കുന്നതിന്റെ കുഴപ്പം ഒരിക്കലും നമ്മൾ പറയല്ല. വാഴയിലേക്ക് എന്തോ കുഴപ്പമുണ്ടെന്നേ ഞാനും പറയുള്ളൂ. അല്ല, എനിക്ക് മുറിക്കാൻ അറിയാൻ മേലെന്ന് ഒരിക്കലും ഞാൻ പറയല, പക്ഷെ അറിയാം. അപ്പൊ നിങ്ങൾ പറയും, ഓ അതിപ്പോ ശരിയായി വന്നോണ്ട് മുറിക്കാൻ അറിയാം എന്ന് പറയുന്നല്ലേ. അല്ല, ശരിക്കും ഇതിനും ഒരു എന്താ പറയാ കൈവാക്കുണ്ട് കേട്ടോ. അതെപ്പോഴും എനിക്കും ശരിയാവണം എന്നില്ല. ആദ്യം നമുക്ക് ഇത്രയും വെക്കാം, അന്നേച്ച് ബാക്കിയാക്കാമേ. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല്, എനിക്കൊരു സ്റ്റീമർ വേണം ഇത് ആവി കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊന്ന് സെറ്റാക്കി വെച്ചേച്ചാൽ ഞാൻ ഈ പരത്തുന്ന കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ ആവി കയറ്റുന്ന സ്റ്റീമർ, അതായത് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള അപ്പച്ചെമ്പ് വെച്ചു. ഇനി എന്നാന്ന് വെച്ചാല് നെയ്യ് തടവി വെച്ച് വേണം നമ്മൾ കയ്യിൽ ഒരു ഇച്ചിരി നെയ്യ് തടവി വെച്ച് ഒരു ചെറിയ ബോള്. കാര്യം മാവ് ഒരുപാട് വേണ്ട. അതിൻ്റെ എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുമ്പോൾ മാവ് മാത്രമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം മാക്സിമം തിന്നായിട്ട് നമുക്ക് എത്ര പരത്താൻ പറ്റുമോ അത്രയും തിന്നായിട്ട് പരത്തി വേണം നമ്മളിത് പരത്തി വെച്ച് മാത്രമേ ഈ തുറു വെക്കാവുള്ളൂ. ഈ കൂട്ടില്ലേ, ഈ കൂട്ടുള്ളിൽ വെക്കാവുള്ളൂ. അപ്പൊ മാക്സിമം പരത്തുക. അപ്പൊ ഇത് ഇത്രയും മാക്സിമം. ഞാനിത് ആദ്യം ഈ അമ്മ എന്താ പറയാ ഇടയ്ക്ക് പരത്താൻ പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അറിയേയില്ലായിരുന്നു. ഞാൻ എത്രയും വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയാം ഇത്രയും പരത്തിയൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അമ്മ അവസാനം പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവസാനം ചപ്പാത്തി കോല് വെച്ച് വരെ പരത്തിയിട്ടുണ്ട്. അപ്പൊ അമ്മ പറയാം, അങ്ങനെയല്ല മോളെ, നമ്മൾ ക്ഷമ വേണം ഈ ഒരു സാധനം ചെയ്യണം എന്നുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ മാക്സിമം അതിന്റെ കട്ടി കുറച്ച് പരത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇതിന്റെ ഒരു കൂട്ട് ഒരു സൈഡിൽ അങ്ങ് വെക്കാം. ഒത്തിരി വേണ്ട, ഒരു ഇച്ചിരി. ചിലര് സ്ട്രെയിറ്റ് ഹാഫായിട്ട് മടക്കാറുണ്ട്, അതല്ല ചിലർ 4 വശത്തായിട്ട് മടക്കാറുണ്ട്. എക്സാമ്പിൾ ഇങ്ങനെ മടക്കി വെച്ച് അമ്മ എന്നെ പഠിപ്പിച്ച ഫസ്റ്റ് രീതി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സ്ട്രെയിറ്റ് ആയിരുന്നു, ഇതിനെ ഞാൻ ഇങ്ങോട്ട് മടക്കി അന്നേച്ച് ഈ 2 സൈഡും. ഇത് എന്നാത്തിനാന്ന് വെച്ചാൽ അമ്മ പറയുന്നത്, ഈ 2 സൈഡും മടക്കിയിട്ട് ഒന്നുകൂടെ എന്നെ ഇങ്ങനെ മടക്കി വെച്ച് ഇതിനകത്തോട്ട് വെക്കും. ഇത് എന്നാത്തിനാന്നറിയാം അമ്മ പറയുന്നത്, ഇത് നമ്മൾ 4 സൈഡും ഇങ്ങനെ മടക്കുവാന്നേൽ ശർക്കര ചിലപ്പോൾ നമ്മൾ ഉരുക്കിയല്ല ഒഴിക്കുന്നത്, ചീവിയിടും. ആ ശർക്കര ഉരുകുമ്പോൾ ആ ശർക്കര മുഴുവൻ വെളിയിൽ പോവാതിരിക്കാനാണ് പറയുന്നത്. ഇനിയിപ്പോൾ അടുത്ത ഇല നെയ്യ് ഇച്ചിരി കയ്യെ തടവി വെച്ച് അടുത്തൊരു ബോൾ എടുക്കുക. മാക്സിമം കുഞ്ഞു ബോൾ എടുക്കുക, എന്നാലേ നമുക്ക് മാക്സിമം കട്ടിയില്ലാതെ പരത്താനൊക്കത്തുള്ളൂ. ഓണം സ്പെഷ്യൽ ആകുമ്പോൾ പിന്നെ നമ്മൾ എത്രയായാലും നമ്മൾ ഓണത്തിനെ സംബന്ധിച്ചുള്ള പലഹാരങ്ങൾ, കറികൾ ഒക്കെ നമ്മൾ പഠിക്കുക എന്ന് പറയുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് അല്ലേ. സ്ട്രെയിറ്റ് ഹാഫായിട്ട് മടക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. കാര്യം ഇതിനകത്ത് ശർക്കരയില്ല, ഇതിനകത്ത് നമ്മൾ പറയത്തില്ലേ ഉരുകി വരുമ്പോഴത്തേക്ക് അതിൻ്റെ ആ വെള്ളം വെളിയിൽ പോവാനും വേണ്ടിയിട്ടുള്ളതൊന്നുമില്ല. അപ്പൊ ഇത് കട്ടി അതിൻ്റെ ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഹാഫ് മടക്കിയാലും മതി. പക്ഷെ ഞാൻ എന്നാ ചെയ്യുന്നത്, അമ്മ പഠിപ്പിച്ചത് അങ്ങനെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ കൺസിസ്റ്റൻസി ലൂസ് ആണേലും ശരി കട്ടിയാണേലും ശരി ഞാൻ അമ്മ പറഞ്ഞ പോലെ കേൾക്കത്തുള്ളൂ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ അടയും ഇങ്ങനെ വെച്ച് വരുമ്പോൾ സമയം എടുക്കുവേ. ഞാനൊരു കാര്യം ചെയ്യാം. ഒന്നാമത് നെയ്യും പഞ്ചസാരയും എല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ എന്നാ പറയുക ഒരു പാതാമ്പുറത്തവർക്ക് ഒരു ഒട്ടുപിടുത്തലുണ്ടാവില്ലേ,
അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ ഒരു ഇച്ചിരി സമയമെടുക്കും. മാത്രമല്ല നമ്മുടെ അട വെന്ത് വരാൻ ഒരു മിനിമം 15 മിനിറ്റ്, മിനിമം 15 പോട്ടെ 20 മിനിറ്റ് കിട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് വേവാനൊന്നുമില്ല, വെന്ത മാവാണ്, നമ്മുടെ കൂട്ട് വെന്തതാണ്. പക്ഷെ എന്നാലും ആ വാഴയിലയുടെയും എല്ലാം കൂടെ ഒന്ന് ഒത്തൊരുമിപ്പുണ്ടല്ലോ അത് എന്ന് പറഞ്ഞ പോലെ അതിനും ഒന്ന് ചേരാനുള്ള ഒരു സമയം കൊടുക്കുക. ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു പേര്, ഇത്രയും സ്വീറ്റ് ആയിട്ടുള്ളൊരു പലഹാരം ഉണ്ടാക്കുമ്പോൾ ഒരു സ്വീറ്റ് ആയിട്ടുള്ളൊരു പേരുള്ളൊരു വ്യക്തിയാണ് വരുന്നതെന്നും കൂടെ കൂട്ടിക്കോ. അത് സസ്പെൻസ്. ഈ പണിയൊന്ന് തീർത്തോട്ടെ. അയ്യോ, ഇതാര് പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ട് തനി ഓണം ഇങ്ങ് കൊണ്ടുവന്നോ? അതെ, ഓണായിട്ട് ഈ ഡ്രസ്സിൽ വരാന്ന് വരും. പക്ഷെ നല്ല രസമാണ് കേട്ടോ. പാവാടയും ബ്ലൗസും ഒക്കെ ഈ കാലഘട്ടത്തിൽ കാണാൻ കിട്ടുന്നില്ല. ഭയങ്കര ട്രഡീഷണൽ ആയിട്ട് പാവാടയും ബ്ലൗസും ഒക്കെ എടുത്ത് നല്ലൊരു എന്താ പറയാ നാടൻ പെൺകുട്ടിയെ പോലെ വന്നിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ടച്ച് വുഡ്. അല്ല, ഭംഗി നമ്മൾ ആസ്വദിക്കേണ്ട കാര്യമല്ലേ അല്ലേ? പിന്നെ ചേച്ചിയും അതേപോലെ എന്ത് ഭംഗിയായിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല കോമ്പിനേഷൻ, വൈറ്റ് ആൻഡ് ഗ്രീൻ അല്ലേ? ഇതൊരു പ്രത്യേക ഒരു രസം. എന്താ പറയാ, നമ്മള് മുണ്ട് നേരിയതൊക്കെ നേരിയ സാരിയിലൂടെ പച്ച ബ്ലൗസ് ഒക്കെ ഇടുക എന്നൊക്കെ പറയില്ലേ? പക്ഷെ നല്ല രസമുണ്ട്. വരൂ, ആദ്യമായിട്ട് ഒരു കൊച്ചു കുട്ടിയെ കൊണ്ടുപോകുന്ന പോലെ ഞാൻ കൊണ്ടുപോകും. പാവാട ബ്ലൗസ് ഒക്കെ ഇട്ട് വരുമ്പോ വരൂ കുഞ്ഞേ. ഈ ഒരു വേഷത്തിലുണ്ടല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇന്റർവ്യൂ ചെയ്യാനൊന്നും തോന്നുന്നേ ഇല്ല. ആദ്യം ഞാൻ ചോദിക്കേണ്ട കാര്യം എന്താ അറിയോ? മോളെ സ്കൂളിൽ പോയോ, പഠിച്ചോ എന്നൊക്കെ ഭയങ്കരമായിട്ട് ചോദിക്കേ. രണ്ട് സൈഡും മുടിയൊക്കെ പിന്നിയിട്ട് പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ടുകൊണ്ടിരുന്നിട്ട് ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു കൊച്ചിനോട് ഞാൻ എന്നാ ചോദ്യം ചോദിക്കാനാ? പക്ഷെ എന്നാലും ഓണമല്ലേ അല്ലേ? ഓക്കെ, ഞാൻ ഓണത്തിന്റെ സമയത്ത് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്. അതായത് നമ്മൾ ഈ പറമ്പിലൊക്കെ പോയി പൂ പറിക്കുക, അന്നേച്ച് അത്തപ്പൂ ഇടുക, അതൊക്കെ ചെയ്യാറുണ്ടല്ലോ. അന്നേരം ഹണി എങ്ങനെയാ ചെയ്യുന്നത്? ഹൗ യു സെലിബ്രേറ്റ് ഓണം? ഞാൻ അങ്ങനെ ഒരു ഓണം ഭയങ്കരമായിട്ട്, ഓണം എന്നല്ല ഒരു ഫെസ്റ്റിവൽസും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളല്ല. ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നു സ്കൂളിലൊക്കെയാണ് അതിന്റെ സെലിബ്രേഷൻ കുറച്ചും കൂടി ഞാൻ എൻജോയ് ചെയ്തേക്കുന്നത്. വീട്ടിൽ നമ്മൾ 1-2 ഇലയോ അങ്ങനെ വലിയ പൂവൊന്നും കാണില്ല, എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട്. അതൊരു വേണം എന്നല്ല, ചില സമയങ്ങളിൽ മാത്രം മനസ്സിൽ തോന്നുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യം. അതെ, നമുക്കത് ഇന്ന് ഇന്ന് ചെയ്യാമെന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകും. ഇല്ല, അല്ലെ സദ്യ ഉണ്ടാക്കുവോ, അങ്ങനെ ആ സമയത്തിന് വേണ്ടി ഒന്നും പ്രിപ്പയർ ചെയ്യോ, അങ്ങനെയുള്ള പരിപാടികളില്ല. ഓ ശരി, വീട്ടിലും ആരും അങ്ങനെ ചെയ്യാറില്ല. ക്രിസ്മസും ഏകദേശം അതേപോലെയൊക്കെ തന്നെയാണ്. പള്ളിയിൽ പോകാറുണ്ടായിരുന്നു ചെറുപ്പത്തില്. ഇപ്പം പിന്നെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയതുകൊണ്ട് അതും വല്ലപ്പോഴും ഒക്കെ സംഭവിക്കാറുള്ളൂ. അപ്പൊ ക്രിസ്മസ് അങ്ങനെ പ്രത്യേകിച്ച് അതിനനുസരിച്ച് ഫുഡ് ഉണ്ടാകും അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ആ പ്രത്യേകിച്ച് ഒരു സെലിബ്രേഷൻ അങ്ങനെ ഓണത്തിന് വേണ്ടി ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ എന്നാന്നറിയോ, ഓണം വരുവാന്നേല് ഈ പറഞ്ഞ പോലെ ഈ പറമ്പിൽ കിട്ടുന്ന പൂക്കളൊക്കെ ഇട്ട ഒരു അത്തപ്പൂവേ ഉള്ളൂ. പക്ഷെ സദ്യ ഉണ്ടാക്കാൻ ശ്രമിക്കും. ഐ മീൻ അറ്റ്ലീസ്റ്റ് നമുക്കൊരു നെക്സ്റ്റ് ജനറേഷനിലേക്ക് ആ കൾച്ചർ പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് കിട്ടുന്ന സർട്ടൺ മൂമെന്റ്സ് അല്ലേ, അപ്പൊ അതിനു വേണ്ടി ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ അതാ ചോദിച്ചത്, ഹണിയുടെ വീട്ടിൽ അങ്ങനെയുണ്ടോ? അറ്റ്ലീസ്റ്റ് ഒരു സദ്യയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. ഇന്നതാണ് സദ്യ, ഇങ്ങനെയാണ് എന്നൊക്കെ സദ്യയൊക്കെ കഴിക്കാൻ വലിയ ഇഷ്ടമല്ല. അതാ, നോൺ വെജിനകത്ത് കിടന്ന് കളിക്കുന്ന ആൾക്കാർക്ക് സദ്യയോടൊരു ഇച്ചിരി ഒരു പ്രയാസം കാണുമായിരിക്കും അല്ലേ? അതുകൊണ്ടല്ല, എനിക്കങ്ങനെ ഒത്തിരി കറികൾ കൂട്ടി അങ്ങനെ കഴിക്കുന്നതിലും 1-2 നമുക്ക് ഇഷ്ടമുള്ള കറികളും. എന്നാ ഫേവറേറ്റ് ഇഷ്ടം? നാടൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. കപ്പ, മീൻകറി, അല്ലെ ബീഫ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചുമ്മാ ഹണിയുടെ വീട്ടിൽ വരുന്നവരൊക്കെ ഭയങ്കരമായിട്ട് ഒരു വലിയ വിശേഷം പറയാറുണ്ട്. എന്നാന്നറിയോ, വരുന്ന ഗസ്റ്റിനൊക്കെ ഹണി തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കും അവർക്ക് വിളമ്പി കൊടുക്കാനും അവരെ ഊട്ടാനും ഒക്കെ ആയിട്ട്. അതെന്നാന്നോ ശരിക്കും എല്ലാരും പറയുന്നത് എന്നാന്നറിയോ, ഇതൊക്കെ സാധാരണ നമ്മുടെ അമ്മച്ചിമാരൊക്കെ പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. വീട്ടിൽ അങ്ങനെയാണ് ഇപ്പോഴും ഞാൻ കണ്ടേക്കുന്നത്. അപ്പം എല്ലാരും വരുന്നവരെ ഒന്ന് വയറ് നിറച്ച് ഊട്ടി വിടുക എന്നുള്ളത്, നമ്മൾ തന്നെ അത് വിളമ്പി കൊടുക്കുക. ദാറ്റ്സ് എ ഗുഡ് ക്വാളിറ്റി അല്ലേ? എനിക്ക് അങ്ങനെ എന്റെ മൈൻഡിൽ ആ ഒരു കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ അങ്ങനെ ഫുഡ് വെച്ചിട്ട് മാറി നിൽക്കുക എന്നുള്ള ഒരു രീതി ഞാൻ കണ്ടിട്ടേ ഇല്ല. വീട്ടിലൊക്കെ തന്നെ അവരെ നമ്മൾ തന്നെ സെർവ് ചെയ്യും. അവർ വേണ്ടാന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കഴിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതെനിക്കൊന്ന് കുക്ക് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി ഇഷ്ടമാണെന്ന് തോന്നുന്നു. ബിക്കോസ് ഹണിക്ക് ബേസിക്കലി കുക്കിങ്ങിനോട് ഇഷ്ടമുണ്ട്, കുക്ക് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു സാധനം ഈവൻ ദോ ഇറ്റ് ഈസ് സോ സ്പെഷ്യൽ ആണെന്നേല് അത് നമ്മുടെ അപ്പനും അമ്മയ്ക്ക് ആദ്യം കൊടുക്കുമ്പോൾ സെർവ് ചെയ്യുമ്പോൾ തന്നെ
ഞാൻ ഉണ്ടാക്കുന്ന അവർ കഴിക്കും. എന്നാലും അവർക്ക് ഞാൻ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ ഇപ്പൊ ഉണ്ടാക്കുന്നത്. നേരത്തെ ഈ കേക്ക് ബേക്കിംഗ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടെ ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് ഞങ്ങൾക്കും കൂടെ ഒന്ന് പറഞ്ഞു. ഒന്നുമില്ല, പച്ചക്കറി അല്ലെങ്കിൽ എന്തെങ്കിലും മീൻ അത് ഗ്രില്ല് ചെയ്യും, അങ്ങനെയൊക്കെ ഉള്ള ഫ്രൈ ഐറ്റംസ് ഇല്ല. ഒത്തിരി സ്പൈസസ് ആഡ് ചെയ്യാതെ, ഒത്തിരി ഓവർ കുക്ക് ചെയ്യാതെ, അല്ലെങ്കിൽ കുറെ പ്രോസസ്സിൽ കൂടി ഏറ്റവും ഓർഗാനിക് ആയിട്ട് പോവുന്ന രീതിയിൽ. അപ്പൊ മീനൊക്കെ നമ്മൾ കൊച്ചിലെ അങ്ങനെ കഴിച്ച് നമ്മൾ പഠിക്കുന്നില്ല. ഓക്കെ, ഇപ്പത്തെ രീതിയിൽ നോക്കുവാണെങ്കിൽ ഷവർമ, അൽഫാം അതൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ മറ്റേ മസാലാസ് ഇട്ട് കുക്ക് ചെയ്ത് ഒരു കറി ഉണ്ടാക്കുന്ന കൂട്ടല്ലല്ലോ. ഇത്രയും ഹെൽത്ത് കോൺഷ്യസ് പണ്ടത്തെ ആൾക്കാർക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പത്തെ ജനറേഷൻ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്. ശരിക്കും ഹണിയുടെ നല്ലൊരു ഇപ്പം പ്രത്യേകിച്ച് ഓണം ആഘോഷിച്ചിട്ടില്ല, വിഷു ആഘോഷിച്ചിട്ടില്ല എന്നെല്ലാം പറഞ്ഞു. പക്ഷെ സ്റ്റിൽ നമ്മുടെ മെമ്മറിയിൽ എന്തെങ്കിലും ഒരു ഗുഡ് മൂമെന്റ്സ് കാണും. ഉണ്ട്. ആഘോഷം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഈ മൂവീസ് നടക്കുന്ന സമയത്ത് സെറ്റിൽ ആഘോഷിച്ച ഓർമ്മകളുണ്ട്. അല്ലാതെ സ്കൂളിൽ ഓണത്തിന് മുമ്പ് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും, ഇങ്ങനെ അത്തപ്പൂക്കളം ഇട്ട്. അന്ന് ഞാനും അതിന്റെ ഒരു ഭാഗമായിരുന്നു. ഞാനത് എനിക്ക് വരയ്ക്കുന്നൊക്കെ ആ സമയത്ത് കുറച്ച് ഇഷ്ടമായിരുന്നു. അപ്പൊ അതിന് സെക്കൻഡ് പ്രൈസോ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെയാണ് ഇപ്പോഴും ഓർമ്മയുള്ള നിൽക്കുന്ന കാര്യങ്ങൾ. വരയ്ക്കും എന്ന് പറഞ്ഞല്ലോ, അത് ശരിക്കും എല്ലാവർക്കും കിട്ടുന്ന ഒരു കഴിവല്ല. കഴിവ് ഏകദേശം അവിടെ കൊണ്ട് തന്നെ അവസാനിച്ചു. അപ്പൊ ആദ്യം അതിന് അടി കൊടുക്കണം, സത്യം. അപ്പം ഓക്കെ, നമ്മൾ ഈ തിരക്കും ബഹളങ്ങളും ഒക്കെ ആയി കഴിയുമ്പോൾ ചിലപ്പോ ചിലർ പറയും, ഇപ്പൊ ലക്ഷ്മി ഗോപാൽസ്വാമി ചേച്ചിയോട് ചോദിച്ചാൽ പറയും, ചേച്ചി റിലാക്സ് ചെയ്യാൻ ബോട്ട് യൂടൂ. അപ്പൊ ചേച്ചി പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ ഞാൻ ഡാൻസ് ചെയ്യും. അപ്പം ഹണിക്ക് എങ്ങനെയാണ് അത്? ഞാൻ മൂവീസ് കാണും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത്. അങ്ങനെയൊന്നും ഇല്ല, എല്ലാ നമ്മൾ ഇപ്പൊ OTT പ്ലാറ്റ്ഫോംസ് അവൈലബിൾ. അപ്പൊ അതിൽ വരുന്നതെല്ലാം ഇരുന്ന് കാണും. പിന്നെ എനിക്ക് ചെടികളുണ്ട്, അത് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് റീൽ അത് കണ്ടു, സത്യം. ഓൾമോസ്റ്റ് എല്ലാ ചെടിയുണ്ട്, ഫ്രൂട്ട്സ് മരങ്ങളൊക്കെ. അത് ആരുടെയാണ് ആ ഒരു ഐഡിയ? അച്ഛൻ? അല്ല, ഇല്ല. അയ്യോ, അച്ഛൻ നേരെ ഓപ്പോസിറ്റ് ആണ്. അച്ഛന് ഒട്ടും ഇഷ്ടമില്ല. അച്ഛന്റെ അടുത്തൊരു ഭയങ്കര രസമുള്ള നഴ്സറി ചെന്ന് കഴിഞ്ഞാൽ ഏതാ ഭംഗിന്ന് ചോദിച്ചാൽ മറ്റേ നമ്മുടെ ഈ കള്ളിമുൾ ചെടിയോ അങ്ങനെ റെയർ ഫ്രൂട്ട്സ് ഒക്കെ ഹണിയുടെ വീട്ടിലുണ്ട്. അതിങ്ങനെ റീൽസിലൊക്കെ അത് പറിക്കുന്നൊക്കെ ആയിട്ട് ഞങ്ങൾ കണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു സാധാരണ അപ്പമാർക്കാ ഇങ്ങനത്തെ ക്രേസ്, അല്ല അമ്മമാർക്കാ ഇങ്ങനത്തെ ക്രേസ് ഒക്കെ വരുന്നത്. അതിനകത്ത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. കണ്ടോ എന്റെ നല്ല ഫ്രൂട്ട് കണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇത് എനിക്ക് തന്നെയാണ്. അമ്മയ്ക്ക് ഇഷ്ടമാണ് പോലെ. ചെറുപ്പം തൊട്ടേ ഇഷ്ടമാണ്. ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ഓരോ അത് എനിക്ക് ഭയങ്കര എന്താ പറയാ, അതിലിങ്ങനെ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു ഈ പ്ലാന്റ്സിനും ചെടിയും ഒക്കെ ആയിട്ട്. അപ്പൊ കൊണ്ടുപോയി വെക്കും. എന്തെങ്കിലും ഒരു ക്ഷീണോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്, ഭയങ്കര വിഷമാണ്. ഇതൊന്നും നമ്മൾ നട്ടാലും ചിലതെല്ലാം ഉണ്ടാവും, ചിലത് ഉണ്ടാവണം എന്നില്ല, ചിലത് നമ്മുടെ ക്ലൈമറ്റിന് പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് ഇപ്പൊ അത് കുറച്ച് ഓക്കെ ആയി. ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് നല്ലതല്ലേ, നമ്മളൊരു കഷ്ടപ്പെട്ട ഒരു ഫലം കിട്ടുമ്പോഴത്തേക്ക് അതിനോടൊരു സന്തോഷവും ഒരു മനസ്സുകൊണ്ട് ഒരു നിറവും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇങ്ങനെയുള്ള എന്റെ മെമ്മറീസ്, ഞാൻ ഇപ്പൊ ഏറ്റവും നല്ല ഓർമ്മകൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ എനിക്കൊരു പൂ ആരെങ്കിലും പറിച്ചു തന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു ചെടി ഗിഫ്റ്റ് ചെയ്തതായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഞാനല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നത് ഈ പോകുന്ന വഴിക്കൊക്കെ പറമ്പിലൊക്കെ എന്തെങ്കിലും ചെടികൾ നിൽക്കുന്നുണ്ടോ. ഈ നഴ്സറിയിലൊക്കെ നമ്മൾ കാണുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ ഈ പറമ്പിലും കാട്ടിലും ഒക്കെ നിന്ന് എടുത്തിട്ട് വരുന്നതാണ്. അവിടെ ചെല്ലുമ്പോൾ അതിന് വലിയ 500 രൂപ 1000 രൂപ എന്നൊക്കെ ഉള്ള വിലയിലേക്ക് അത് വരും. അപ്പൊ എങ്ങനെ ഫിലിമിലേക്ക് വന്നു ഇത്രയും ഈ ഒരു ചെടി ഇഷ്ടം? ഫിലിമിലേക്ക് വന്നത് ഞാൻ ഒരു 7th പഠിക്കുന്ന സമയത്ത്. ഞങ്ങളുടെ നാട് തൊടുപുഴ മൂലമറ്റം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ ഒത്തിരി ലക്കി ലൊക്കേഷൻ എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. അവിടെ വിനയൻ സാറിന്റെ ഒരു മൂവിയുടെ ഷൂട്ട് വന്നു, മീരയുടെ ദുഃഖം മുത്തുവിന്റെ സ്വപ്നവും. അങ്ങനെ അദ്ദേഹത്തെ അത് ഞങ്ങളുടെ അവിടെ ഞങ്ങൾക്കൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വർക്ക് ചെയ്ത് ചേച്ചിയുടെ വീട്ടിലാണ് എന്റെ ഷൂട്ട്. അവിടെ കാണാൻ പോയി. അങ്ങനെ അവർക്ക് ആരൊക്കെയോ ഈ കുട്ടി കുഴപ്പമില്ല അഭിനയിക്കുക അങ്ങനെ ആരോ ഒന്ന് ചോദിച്ചു. അപ്പൊ അവിടെ നാട്ടിൻപുറം ആകുമ്പോഴത്തേക്കും ഇതൊക്കെ പെട്ടെന്ന് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പെട്ടെന്ന് അവിടെ സ്പ്രെഡ് ആവും. ഹണിയുടെ അടുത്ത് ചോദിച്ചു അല്ല, സിനിമയിലെടുത്തു, അഭിനയിച്ചു കഴിഞ്ഞു. അങ്ങനെയാണ്. അങ്ങനെ എന്തോ ഒരു സാധനം മനസ്സിൽ കയറിയതാണ്. അത് കഴിഞ്ഞ് വിനയൻ സാറിന്റെ ഷൂട്ടിന്, അദ്ദേഹത്തിന്റെ മൂവിയുടെ ഷൂട്ടിന് പോയി കണ്ടു. സാറിന്റെ അടുത്ത് സംസാരിച്ചു, ഇങ്ങനെ എനിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞു. അല്ല, അപ്പൊ ആ സമയത്ത് സാറിന്റെ അടുത്ത് ആ സാറിന്റെ ക്രൂ മെമ്പറിൽ ഒരാൾ വന്ന് ചുമ്മാ അഭിനയിക്കാൻ ഇഷ്ടമാണോ എന്നാണ് ചോദിച്ചത്? അതെ, അത് ഞാൻ ചെറുതാണല്ലോ, എനിക്കിപ്പോ ഇവരാരാ എന്താ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പൊ നമ്മളെ വർക്ക് ചെയ്യുന്ന ചേച്ചിയുടെ വീട്ടിലാണ് ഇതിന്റെ ഷൂട്ട്. അപ്പൊ അവർക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ ആണ്, ഇവരുമായിട്ട് നല്ല കണക്ഷൻ ആണ്. അങ്ങനെ
വന്ന ഒരു സ്പാർക്കാണ്. നെക്സ്റ്റ് ഹണിയാണ് ഇനിഷ്യേറ്റീവ് എടുത്തത്. എനിക്ക് ഞാനാണ് സാറിനെ പോയി മീറ്റ് ചെയ്തു. സാറിനെ ഇങ്ങനെ കാണാമെന്ന് പറഞ്ഞു. എപ്പോഴും എനിക്ക് ബ്രേക്ക് ടൈമിൽ എപ്പോഴും അദ്ദേഹത്തെ മീറ്റ് ചെയ്തു. സാർ പറഞ്ഞു ലൊക്കേഷനിൽ തന്നെ. ഇപ്പം ചാൻസ് മിസ് ചെയ്തില്ല. ഇല്ല ചെറിയ ആളല്ലേ, ഒരു +2 ഒക്കെ ആവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10th ഒക്കെ പഠിക്കുമ്പോൾ വീണ്ടും കുറച്ച് ഫോട്ടോസ് എടുത്ത് അച്ഛൻ സാറിന്റെ അടുത്ത് ചെന്നു, അദ്ദേഹത്തെ മീറ്റ് ചെയ്തു. അങ്ങനെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ ഈ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ മൂവിയുടെ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ടൈമാണ്. അപ്പൊ അദ്ദേഹം വരാൻ പറഞ്ഞു, കണ്ടു, ആ മൂവിയിലേക്ക് സെലക്ട് ചെയ്തു. ഞാനും ഈ പറഞ്ഞ പോലെ 10th പഠിക്കുമ്പോഴാണ് ഞാനും വന്നത്. പക്ഷെ എന്നാലും ഒരു 7th ഇത്രയും ഒരു തന്റെ ഇടം വന്നിട്ട് എന്താ പറയാ, സാറിനോട് അങ്ങോട്ടൊക്കെ പോയി ചോദിച്ചു. തന്റെ ഇടമല്ല, എനിക്ക് തോന്നുന്നു നമ്മുടെ കൂടെ നിന്നവര് നമുക്ക് പോയി അപ്പൊ അവര് തന്നെയാണ് ഇത് പോയി. അല്ല, ഒരു ധൈര്യം വേണ്ടേ, വളരെ തന്റെ ഇടം വേണ്ടേ നമുക്ക് പോയി ചോദിക്കാനായിട്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് വേണ്ട അതെന്ത് തോന്നും, വേണ്ട പോണ്ട, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. ഭയങ്കരമായിട്ടുള്ള ആള് തന്നെയാണ് ഞാൻ. ഭയങ്കര റിസർവ്ഡ് ആയിട്ടുള്ള ആളാണ്, എല്ലാം ഉണ്ട്. അപ്പം പക്ഷെ എന്തോ ഇതൊക്കെ നിമിത്തായിരിക്കും അങ്ങനെ സംഭവിക്കണം. അതാണ് ഡെസ്റ്റിനി കിടക്കുകയല്ലേ, ചെയ്യാനില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഫിലിമിലേക്ക് വന്നു. വി ഹാവ് ഡൺ സോ മച്ച് മൂവീസ്. ആ ശരിക്കും ആ മൂവീസില് ഹണി വിചാരിച്ചൊരു എയിം എത്തിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. സ്റ്റിൽ യു ഹാവ് ടു ഗോ. ഡെഫിനറ്റ്ലി. അത് നമ്മുടെ ഒരു പാഷനാണ് മൂവി എന്ന് പറഞ്ഞത്. ബിഗിനിങ് ഒന്നും എനിക്ക് അത്ര ഒരു റിയലൈസേഷൻ ഉണ്ടായിരുന്നില്ല സിനിമയിൽ വന്ന സമയത്ത്. ഓക്കെ, നമ്മൾ സിനിമ ചെയ്യുന്നു, വന്ന ഒരു പടം കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ സ്റ്റാറായി, അല്ലെ കുറെ സിനിമകൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നായിരുന്നു. അങ്ങനെ അല്ല എന്നുള്ളത് ഒരു സിനിമയും കൊണ്ട് തന്നെ മനസ്സിലായി. പിന്നെയും എന്താ പറയുക, കുറെ സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. അങ്ങനെ കാത്തിരുന്ന് വന്ന ഒരു മൂവിയാണ് ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന് പറയുന്ന. അതാണ് വിജയിച്ചൊരു പടം ഞാൻ ചെയ്തത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആളുകൾ കുറച്ചും കൂടിയും എന്നെ അറിയാൻ തുടങ്ങി, അല്ലെ അത് കഴിഞ്ഞ് നല്ല സിനിമകൾ കുറച്ചുകൂടി വരാൻ തുടങ്ങി. അങ്ങനെ ഒരു എന്താ പറയുക, നല്ല സമയം എടുത്തിട്ടുള്ള ഒരു പ്രോസസ് ആയിരുന്നു ഈ ഒരു 20 years. എനിക്ക് തോന്നുന്നു 10th കഴിഞ്ഞിട്ട് ഒരു ലോങ് ഗ്യാപ്പ് കിട്ടും അല്ലെ ഫിലിംസ് സെലക്ട് ചെയ്യുന്നതിന്റെ ആണോ അറിയില്ല. ഗ്യാപ്പ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, കാരണം അത് കഴിഞ്ഞൊരു തെലുങ്ക് മൂവി ചെയ്തു. മലയാളത്തിലില്ല. അതെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ചെയ്തിരുന്നു, പക്ഷെ അവിടെ എവിടെയും ഒക്കെ ആളുകൾ അങ്ങനെ അറിഞ്ഞ് വരുന്ന രീതിയിലുണ്ടായിരുന്നു. ഒരു നമ്മളെ തിരിച്ചറിയുന്ന ഒരു കഥാപാത്രമായില്ല. അതാണ്. ഓക്കെ, അപ്പൊ ഞങ്ങളൊക്കെ വിചാരിച്ച ഒരു ഗ്യാപ്പ് വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി സ്ക്രിപ്റ്റ് സെലക്ഷന്റെ ആണോ, ഇന്നൊരു ബോൾഡ് ക്യാരക്ടർ ചെയ്യാം എന്നാണോ? ആ സമയമൊന്നും നമുക്ക് അത്രയൊന്നും അറിവില്ല. എങ്ങനെ ഒരു അന്നൊക്കെ നമ്മുടെ മനസ്സിൽ ജസ്റ്റ് ഒരു ഫെയിം, സെലിബ്രിറ്റി അല്ലെ, ഒരു നല്ലതായിട്ട് ഒരുങ്ങി നടക്കുക. പിന്നെ സിനിമ വരാതിരിക്കുമ്പോഴാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നത്. ആ സിനിമ മിസ് ചെയ്യുന്നു എന്നുള്ള ഒരു സമയത്താണ് നമുക്ക് എനിക്ക് വേണം, എനിക്ക് അങ്ങനെ തോന്നിയപ്പം എങ്ങനെയാണ് ഹണി ആ ഒരു പ്രിപ്പറേഷൻ എടുത്തത്? ഇല്ല, ഇപ്പൊ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പൊ ഹണി തന്നെ പറഞ്ഞു നമുക്കിപ്പോ സിനിമ വരുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളത് ഫസ്റ്റ് റീസൺ. സെക്കൻഡ് റീസൺ, അത് വരാൻ വാട്ട് ഐ ക്യാൻ ഡു എന്നുള്ളതും കൂടെ ഉണ്ടല്ലോ. എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ആക്ടർ എന്നുള്ള രീതിയിൽ കുറെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. നമ്മൾ ചെയ്തു വെച്ച മൂവീസ് നമ്മൾ ഞാൻ എടുത്ത് കാണും ഇങ്ങനെ ബിഗിനിങ് തൊട്ടിട്ട് അവസാനം വരെ ചെയ്തു വെച്ചത്. അപ്പൊ നമുക്ക് തന്നെ അറിയാം അതിന് ഓക്കെ ഈ ചെയ്തു വെച്ചതിൽ കുഴപ്പമുണ്ട്, അതുകൊണ്ടായിരിക്കാം ആളുകൾ വിളിക്കാത്തത്. ഒരു മൂവിയും ഇനി വരാൻ ചാൻസ് ഇല്ലായിരിക്കും എന്ന് ചിന്തിക്കുന്നിടത്ത് ഒരെണ്ണം വരും. ഭയങ്കര നല്ല രസമുള്ള ഒരു മൂവി ആയിരിക്കും വരുന്നത്, അത് വിജയിക്കും. അപ്പൊ പിന്നെ വീണ്ടും ആ ഒരു ജേർണി വീണ്ടും ചെയ്തതില് ഒരു ക്യാരക്ടർ ഏതാ ഹണിയുടെ ഇഷ്ടമായിട്ട് ചെയ്തേ? ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്തു, അല്ലെങ്കിൽ ഒരു ബിഗിനിങ് തൊട്ട് അതിന്റെ ഒരു ജേർണിയിൽ ഞാനും ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇപ്പം റിലീസ് ചെയ്യാൻ പോകുന്ന റേച്ചൽ എന്ന് പറഞ്ഞ മൂവിയാണ്. ഇറ്റ്സ് എ മലയാളം മൂവി. അത് പാൻ ഇന്ത്യൻ മൂവിയാണ്. ഓൾമോസ്റ്റ് ഒരു 5 ലാംഗ്വേജിൽ റിലീസ് വരുന്നുണ്ട്. ശരി. അപ്പം ഈ 5 ലാംഗ്വേജ് ഏതൊക്കെയാണ്? മലയാളം, തമിഴ്, തെലുങ്കു, കന്നഡ, ഹിന്ദി. അപ്പൊ ഇതെല്ലാം ഇല്ല, ഡബിംഗ് ആണ്, അത് വേറെയാണ്. 5 ലാംഗ്വേജ് 5 ലാംഗ്വേജ് പഠിച്ചു. അതെന്താന്നറിയോ ഞാൻ ചോദിക്കാൻ കാര്യം, ഞങ്ങൾക്കത് അഭിമാനമല്ലേ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഭയങ്കര കഷ്ടപ്പാടാണ്. ഹിന്ദി എനിക്ക് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഹിന്ദി എനിക്ക് അറിയത്തില്ലാത്തൊരു ലാംഗ്വേജ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഡബ് ചെയ്ത് നോക്കാം, ബിക്കോസ് അവർ ഈ ഡയലോഗ് തരുമ്പോൾ ഭയങ്കര രസമല്ലേ, നമുക്ക് പഠിച്ചിട്ടങ്ങ് പറഞ്ഞാൽ മതിയല്ലോ എന്നായിരുന്നു എന്റെ മനസ്സിൽ. അപ്പൊ ടീസറിൽ 2-3 ഡയലോഗ് ഉണ്ട്, അത് ആദ്യം ഡബ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞു പോയി. അപ്പൊ അന്തേരേമയും എന്നൊക്കെ പറഞ്ഞൊരു സാധനമാണ്. ഈ സാധനം വരുന്നേ ഇല്ല. ഞാൻ പറയുമ്പോ എനിക്കിത് വരുന്നുണ്ട്, അവര് കേൾക്കുമ്പോ ആ സാധനം സ്ലാങ് ശരിയാവത്തില്ല. അത് ഒത്തിരി ബുദ്ധിമുട്ടാണ്. എന്ത് ക്യാരക്ടറാണ്? ഐ മീൻ ഈ പറഞ്ഞ പോലെ കുറച്ച് അതൊരു ഇറച്ചിവെട്ടുകാരിയായിട്ടാണ്. ഡെഫിനറ്റ്ലി അതൊരു ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു സിനിമയും കഥാപാത്രവും ഒക്കെയാണ്. ഭയങ്കര
സ്ട്രോങ് ആയിട്ട് പെർഫോം ചെയ്യാനുള്ള ഞാൻ ഇതുവരെയും ചെയ്യാത്ത കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു മൂവി കൂടിയാണ് അത്. അപ്പൊ അതിനുവേണ്ടി ശരിക്കും നല്ലോണം അതിനു വേണ്ടി പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു അല്ലേ? നല്ലോണം നമ്മൾ അത് അത്രയും ബോൾഡ് ആയിട്ട് ഒരു ക്യാരക്ടർ വരുമ്പോ നമ്മൾ അതിന്റെ മാനറിസംസ് എന്തൊക്കെയാന്ന് പഠിക്കണം. ഒരു ബോൾഡ് ആയിട്ടുള്ള സ്ത്രീ, പ്രത്യേകിച്ച് ഇറച്ചി വെട്ടുകാരി ആവുമ്പോ അവർക്കൊരു ബേസ് മാനറിസം, ഒരു സ്റ്റൈലുണ്ട്. അവരത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിലും പ്രൊഫഷണൽ ആണ് അവർ. അപ്പൊ അതിനനുസരിച്ചിട്ട് കുറച്ച് ഹാർഡ് വർക്ക്. അതിനുവേണ്ടി നമുക്ക് ഈ പറഞ്ഞ പോലെ ഓരോ കടകളിലൊക്കെ ചെയ്യുന്നൊക്കെ നമ്മൾ വെറുതെ വണ്ടിയുടെ പോകുമ്പോഴൊക്കെ നോക്കും. അതല്ലാതെ ഒരു ചേട്ടൻ നമുക്ക് സെറ്റിലുണ്ടായിരുന്നു, ഷൂട്ട് പറഞ്ഞു തരും എങ്ങനെയാണ് കത്തിപ്പിടിക്കേണ്ടത് പോലും എങ്ങനെയാണ്, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പൊ ഈ പറഞ്ഞ പോലെ തമിഴ്, തെലുങ്ക് ഇതെല്ലാം ചെയ്തപ്പോ നമ്മൾ അതിന് ടൈമില്ലേ? ഐ മീൻ ഇപ്പൊ ഈ ഇറച്ചി വെട്ടുന്ന രീതി, അതിന്റെ ഇപ്പൊ ഒരു സീൻ എടുക്കാന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ എന്റെ ഒരു സംശയം ചോദിക്കുന്നത്, നമ്മുടെ മലയാളത്തിൽ ഒരു കൾച്ചർ ഉണ്ട്, തമിഴ് ഒരു കൾച്ചറാണ്, ഹിന്ദി വേറെ. അപ്പൊ അത് ഡിഫറെന്റ് ആയിട്ടാണോ? സെയിം തന്നെയാണ്. നമ്മള് ഡബ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ, മറ്റു ലാംഗ്വേജുകളിലേക്ക് അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഒരു വെല്ലുവിളിയാണ് അത് ഇറങ്ങുമ്പോ. തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി കിട്ടട്ടെ, നല്ലതല്ലേ? ഒരു നല്ലൊരു നാഷണൽ അവാർഡ് ഒക്കെ കിട്ടുക ഗുഡ് അല്ലേ? ഞങ്ങൾക്ക് അതെന്താ മലയാളികളായി ഞങ്ങൾക്കൊരു അഭിമാനം അല്ലേ അത്? ശരിക്കും ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും പോയി കണ്ടിട്ട് ഈ പറഞ്ഞ പോലെ അപ്രിസിയേഷൻ എന്ന നിലയിൽ ചെടി വാങ്ങിച്ചു കൊടുത്താൽ കേട്ടോ. വേറെ ഒരു ആഗ്രഹമില്ല, കുഞ്ഞു മനസ്സാണ്. അപ്പൊ ഒരു ആഗ്രഹമില്ല. സോ ഇന്നസെന്റ് അല്ലെ? ഈ 5 ഭാഷകളിൽ അഭിനയിച്ചു ഒക്കെ പറഞ്ഞു. ഇതേപോലെ ഞങ്ങൾ അറിഞ്ഞ ഒരു കാര്യം എന്താ അറിയോ? ഹണിക്ക് ഒരു പേരല്ല 3-4 പേരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യമാണോ? എനിക്ക് തോന്നുന്നു ഹംസിനി എന്നൊരു പേര്. അത് നല്ല പേരാണ്, ഭയങ്കര രസമുള്ള പേരാണ്. ഹംസിനി, അരയന്നം അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു, അറിയില്ല. പിന്നെ സൗന്ദര്യ എന്നൊരു പേര് വന്നു, ധ്വനി എന്നൊരു പേര് വന്നു. പിന്നെ എനിക്ക് തന്നെ എന്റെ അമ്മയും അപ്പനും കൂടി ഇട്ട കുറെ പേരുകളുണ്ട്, പൊന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീട്ടിലൊക്കെ വിളിക്കുന്ന പേരുകൾ ഒത്തിരിയുണ്ട്. പക്ഷെ നമ്മളെ ഹണി റോസ് എന്ന് പറഞ്ഞത് അത് നമ്മുടെ ഒരു ഐഡന്റിറ്റി, ഒരു പേരെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു സാധനം പെട്ടെന്ന് ലൈഫിൽ നിന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ, ഒരാൾ ഹണി റോസ് എന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കുന്നത്. അങ്ങനെ ഒരു സാധനമുണ്ട്. ഹംസിനി എന്ന് വിളിച്ചാ അങ്ങനെ ഒരു സാധനം വേണ്ടാന്ന് എനിക്ക് തോന്നി. ഇത് പിന്നെ നല്ലൊരു പേരാണ്. അച്ഛന്റെ അമ്മ അവർ സെലക്ട് ചെയ്തതാണ്. ഹണി എന്നാണ് എനിക്കിട്ട പേര്, റോസ് അമ്മയാണ്. ഹണി റോസ് വർഗീസ് എന്നാണ് ഫുൾ. ഹംസിനിയും അതെല്ലാം പോയി, എല്ലാം പോയി. അത് ഓരോ ഇൻഡസ്ട്രിയിൽ ഇപ്പൊ നമ്മൾ പറയില്ലേ, അവർക്ക് ഒരു ചിന്തയുണ്ടായിരിക്കും ചിലപ്പം ഈ ഒരു പേര് മാറ്റിയാ അങ്ങ് നമ്മൾ ഭയങ്കരമായിട്ട് രക്ഷപ്പെടും എന്നുള്ളത്. ഒന്നുമില്ല, സിനിമ നന്നായി നമ്മൾ രക്ഷപ്പെടും. പറഞ്ഞ പോലെ നമ്മുടെ തലയിൽ ഒരു സാധനമുണ്ട്, അതിലേ നമ്മൾ അറിയപ്പെടുന്നുള്ളൂ അല്ലേ? അതാ സത്യം. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ അണിയോട് ഭയങ്കര ഇഷ്ടം തോന്നി. എനിക്ക് ആ ഒരു ക്യാരക്ടർ ചെയ്തതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നു. ബിക്കോസ് അത്രയും ബോൾഡായിട്ട് അത്രയും ഹെവി ക്യാരക്ടർ അല്ലേ ചെയ്ത്. സത്യം, നന്നായി വരട്ടെ, ദൈവാനുഗ്രഹം. അതെ, ദൈവാനുഗ്രഹിക്കട്ടെ. പിന്നെ കുറെ നേരമായി വർത്തം, ഞാൻ കുടിക്കാൻ ചായ പോലും തന്നില്ല, ഞാൻ പോയി എടുത്തോണ്ട് വരട്ടെ. ആദ്യം ചായ എടുത്തോളൂ. ചായ, ഓക്കെ. ഇതെന്നാന്നറിയോ, ഫസ്റ്റ് ഞാൻ തരാൻ പോന്നെ, ഇത് നമ്മുടെ ഓണം സ്പെഷ്യൽ അടയ. നമ്മൾ സാധാരണ ഒരു ഇലയപ്പൊക്കെ കണ്ടില്ലേ? അപ്പൊ അതിനകത്ത് ശരിക്കും നമ്മള് ഈ ശർക്കരയുടെ ഒക്കെ അല്ലേ വെക്കുന്നേ, ഇതൊരു ഇച്ചിരി വ്യത്യാസമായിട്ട് വെച്ചേക്കുക. എന്റെ ഒരു കലാവിരുദ്ധൊക്കെ പറയത്തില്ലേ, അന്ന് പറഞ്ഞ പോലെ ചെയ്തതാ. അപ്പൊ ഇത് ശരിക്കും ഇതിനൊരു എന്താ പറയാ ഐതിഹ്യം ഉണ്ടോ, ഒരു കഥയുണ്ട് ഇതിന്. എന്നാന്ന് വെച്ചാ ഓണത്തപ്പനെ വെക്കുകയല്ലേ നമ്മള്, അത്തപ്പൂക്കളം ഇട്ടിട്ട് അതിനകത്തോട്ട് ഭഗവാന് വെക്കുന്ന പ്രസാദാണിത്. ഇതിനകത്ത് ഗെയിം എന്നാന്ന് വെച്ചാല് ശരിക്കും കുട്ടികള് അമ്പ് ചെയ്ത് ഇത് എടുക്കണം എന്നാണ് അതിന്റെ ഗെയിം. അങ്ങനെയൊക്കെ ട്രഡീഷണൽ കൾച്ചറൊക്കെ ഇതിനകത്ത് ഒത്തിരി ഉണ്ട്. അപ്പൊ ഞാൻ ഈയിടയില ഇതെല്ലാം അറിഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ പ്രേക്ഷകരോടും, എന്റെ പ്രേക്ഷകർക്കൊക്കെ ഇത് നല്ലോണം അറിയാം, പക്ഷെ എന്നാലും അറിയില്ലാത്ത ആളുകൾക്കും കൂടി എല്ലാരും അങ്ങനെ ആയിരിക്കും അല്ലേ? എല്ലാവരും ആവണമെന്നില്ല, കുറച്ചു പേർക്ക് ചിലർക്ക് അറിയാതെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരും കൂടെ ഒന്ന് അറിഞ്ഞോട്ടെ വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാ. ഇത് കഴിക്കുന്നതിന് മുമ്പേ എനിക്ക് ഒന്നും അറിയാൻ മേലാന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. കാര്യം ഇച്ചിരി ബുദ്ധിയുള്ള നല്ലൊരു കൊച്ചാ. അതുകൊണ്ട് ഇങ്ങനെ ചുമ്മാ സ്വയം പറയുക എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ പ്ലെയിൻ ആഘോഷിച്ചിട്ടില്ല, അങ്ങനെ ആന്ന്. പക്ഷെ എനിക്ക് അങ്ങോട്ട് വിശ്വാസം പോരാ. ഞാനൊരു ഗെയിം കളിക്കാൻ പോവാ ഹണിയായിട്ട്. എന്തായാലും ഓണമല്ലേ, ഉറിയടിയും ഈ പറഞ്ഞ പോലെ വടംവലിയും ഒന്നും നടക്കുകയല്ല ഇതിനകത്ത്. അപ്പൊ ഞാൻ ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, അറ്റ്ലീസ്റ്റ് ഓണത്തിനെ പറ്റി എന്നേലും അറിയാമോന്നൊന്നും നമുക്ക് നോക്കാമല്ലോ. ചോദിക്കട്ടെ, റെഡിയാണോ? ഈ ഓണം കേറാ മൂല എന്ന് പറയില്ലേ, ആ പ്രയോഗത്തിന്റെ അർത്ഥം എന്നാ? ഓണം ചെന്നെത്താത്ത സ്ഥലം.
ഓണം പോലും ലൈക്ക് അത്രയും ഓക്കെ ഇപ്പൊ മനസ്സിലായല്ലോ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ്. അതായത് കുഗ്രാമം. കുഗ്രാമം കറക്റ്റ്. അതിനെ കുറച്ചുകൂടി നല്ലതായിട്ട് പറഞ്ഞു. വെരി ഗുഡ്. അറിഞ്ഞൂടാന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ എത്ര നമുക്ക് വിശ്വസിക്കണം. ഓണമായിട്ട് ചോദിക്കുന്നുള്ളൂ. കാര്യം കുറച്ച് ബുദ്ധി എനിക്ക് കൂടെ കിട്ടുമല്ലോ അല്ലേ? ഓക്കെ. ഇനി അടുത്ത മഹാബലിപുരം എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാ? നല്ലത് എല്ലാവർക്കും അറിയാന്ന്. ചെന്നൈ. ഓക്കെ. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് ഓക്കെ. അപ്പം ഒന്നും അറിഞ്ഞൂടാ എന്ന് പറഞ്ഞാല് രണ്ടാമത്തെ ഉത്തരം. ഓക്കെ ഓക്കെ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഓണപ്പൂ എന്ന് പറയുന്ന പൂ ഏതാ? എനിക്കെല്ലാം ഓണപ്പൂവാ. ഓണത്തിന് നമ്മളെല്ലാം എന്നാലും ആണോ? 3 പിന്നെ പറയാം കറക്റ്റ് ആണോ അല്ലേന്ന്. ശരി. പിന്നെ ഓണം പോലെ ഐശ്വര്യമുള്ള ഒരു നാട് എന്ന് വിശ്വസിക്കുന്ന ഒരു നാട് ഏത്? എന്റെ നാട് തൊടുപുഴ മൂലമറ്റം. ഭയങ്കര നല്ല നാടാ. പക്ഷെ അത് ഉത്തരവാവുന്നില്ലല്ലോ. അയ്യോ, ഉത്തരം പറയാം. ഓണം പോലെ നല്ല നാടോ? ഓടനാട്. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ? സ്ഥലമുണ്ട്. ഓണാട്ടുകരയാണ്. മാറിപ്പോയല്ലേ? അല്ല, വേണമെങ്കിൽ ഇതും ഓടനാട് മുഴുവനൊന്നും കൊടുക്കല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ എന്തായാലും പറയാം, ഒന്നും അറിഞ്ഞൂടാന്ന് പറയുന്നത് ഇനി ആരും വിശ്വസിക്കരുത്. ഒന്നും അറിഞ്ഞൂടാന്നല്ല, സെലിബ്രേറ്റ് ചെയ്യാറില്ല. പക്ഷെ എല്ലാത്തിനും നല്ലതായിട്ട് ഉത്തരം പറഞ്ഞു. ഈ പറഞ്ഞ പോലെ എന്നാ പറയാ, എനിക്ക് ചേച്ചി അങ്ങനെ ചോദിക്കരുത്, ജിക്കാണ് അതല്ലല്ലോ. ബട്ട് സ്റ്റിൽ ഷീ ആൻസേർഡ് എവറിത്തിങ് അല്ലെ? 10 മാർക്കിൽ ഒരു 9.25 കൊടുക്കില്ലേ ടീച്ചേഴ്സ്? ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്കിന്റെ പേരിൽ നമ്മളൊരു 4 മാർക്ക് അങ്ങ് കുറച്ചേക്കും അല്ലെ? വെരി ഗുഡ്. അതുകൊണ്ട് ഞാൻ ഇന്ന് എന്റെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഈ അട ഒന്ന് സെർവ് ചെയ്യാം. ഒരു കാര്യം ചെയ്തോ, ടിഷ്യൂ എടുത്തോ. തനി നാടൻ ഭക്ഷണമാണ്. ചേച്ചി കഴിക്കാൻ കൂടുന്നുണ്ടോ? ഞാനിപ്പോ ഉണ്ടാക്കി ഇങ്ങോട്ട് പോകുന്നതല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞേച്ചാണ് ഞാൻ ഈ സദ്യ ഉണ്ടാക്കിയത്. കാര്യം പോകുന്നതിന് മുമ്പ് ഒരു ഇച്ചിരി ഓണം ആയതുകൊണ്ട് സദ്യ തന്നേച്ച് വിടണ്ടേ. പിന്നെ അപ്പൊ ആദ്യമായിട്ട് വരുമ്പോ ഒരു ചായയും ഒരു ഇച്ചിരി ഒരു പലഹാരവും ഒക്കെ തരിക. കഴിച്ചു നോക്കട്ടെ. പിന്നെന്താ, മറ്റേ ക്യാരറ്റ് ഹൽവ. അതിന്റെ അതിന്റെ ഒരു ക്യാരറ്റിന്റെ ഒരു എന്താ പറയാ, വേറെ കുറെ കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് ചേരും. പക്ഷെ ബേസ് പറയുകയാണെങ്കിൽ അതിന്റെ ഒരു ഭയങ്കര ടേസ്റ്റി ആയിട്ടുണ്ട്. അതെ, നമുക്ക് സമാധാനമായിട്ട് പതുക്കെ സദ്യയൊക്കെ കഴിച്ച് വിശേഷത്തോടെ ഒക്കെ പറയണ്ടേ. പിന്നെ എനിക്ക് വേറൊരു കാര്യം, എനിക്ക് ഹണിയിൽ ഒത്തിരി ഇഷ്ടം എന്താ അറിയോ, ഒരു പുതിയ ട്രെൻഡാണ് ഹണി കൊണ്ടുവരുന്നത്. ബിക്കോസ് കോസ്റ്റ്യൂം വൈസ് ഭയങ്കര ഡിഫറെന്റ് ആണ്. ഹണി എന്താ ചെയ്യുന്നത്, ഏത് ഡ്രസ്സാ ഇടുന്നതെന്ന് അറിയാൻ നാട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ശരിക്കും ഈ ഒരു ഡ്രസ് സെൻസ് എങ്ങനെ വന്നേ? നമുക്ക് ഈ ഇനോഗ്രൽ ഫംഗ്ഷൻ ആണ് ഇങ്ങനെ ഈ ഡ്രസ് ഇട്ട് കളിക്കാനുള്ള ഒരു ഓപ്ഷൻ. നമുക്ക് അതിനോട് ഒരു ഇത് വേണമല്ലോ, നോളജ്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണ് ഇങ്ങനെ ചില സാധനങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യാനൊക്കെ ഉള്ളത് ഇഷ്ടമാണ്. ഈവൻ ഒരു സാരി പോലും ഇറ്റ്സ് ഭയങ്കര യുണീക്കാണ്, ഭയങ്കര രസമാണ് അല്ലെ കാണാനായിട്ട്. അത് പിന്നെ നമ്മള് വസ്ത്രം എന്ന് പറയുന്നത് നമ്മളിടുമ്പോൾ നമ്മുടെ ഒരു കോൺഫിഡൻസും കൂടിയുണ്ട്. അപ്പം എനിക്ക് ഓക്കെ എന്ന് തോന്നുന്ന സാധനങ്ങളാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. അപ്പോ അത് പിന്നെ ഇങ്ങനെ പ്ലാറ്റ്ഫോം കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരിടത്തിട്ട കളറോ അല്ലെ അതേ സെയിം പാറ്റേണോ പിന്നെ അടുത്തടുത്ത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പുതിയ സാധനങ്ങൾ ഇങ്ങനെ വിചാരിക്കും ഭയങ്കര ഫാഷൻ ഡിസൈനേഴ്സ് ഒക്കെ ചെയ്യുന്ന പോലെ യു ഡിസൈൻ യുവർ സെൽഫ്. ഓൾമോസ്റ്റ് നമ്മൾ പറയും, റെഫറൻസ് എടുത്ത് കൊടുക്കും, ഇന്നത് വേണം എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഇട്ട് നോക്കുമ്പോൾ നമുക്കറിയാലോ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം. കുറെ കഴിവുകൾ ഹണിക്ക് ഇങ്ങനെ മറഞ്ഞു കിടപ്പുണ്ട്. അതെല്ലാം ഇങ്ങനെ ഒന്ന് വെളിയിലേക്ക് കൊണ്ടുവരണം കേട്ടോ. ഈവൻ ഒരു ഫാഷൻ ഡിസൈനർ ആവാം. അത് നല്ല റെസ്പോൺസിബിലിറ്റി ആണ്. ഏതിനാണ് റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത? ഈവൻ ഞാൻ ഈ ഒരാടെ ഉണ്ടാക്കുവാണെങ്കിൽ അപ്പൊ യു ആർ ബ്ലെസ്ഡ് മോളെ. ശരിക്കും നല്ലതായിട്ട് വരയ്ക്കാനുള്ള കഴിവ് ദൈവം തന്നു. അത്യാവശ്യം പരിധി വരെ. ബട്ട് സ്റ്റിൽ യു ഹാവ് ദാറ്റ് അല്ലെ? പിന്നെ നല്ലൊരു അഭിനേത്രിയാണ്. ഐ മീൻ നേരത്തെ പറഞ്ഞ പോലെ ഈശ്വരൻ തന്ന അനുഗ്രഹമാണ്. ആണോ എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യാൻ കിടക്കുന്നതേ ഉള്ളൂ അല്ലേ?
ഇതൊക്കെ ഈശ്വരൻ നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നു. അതെ, But now you are, it's your chance to ബ്ലെസ്സിംഗ് ആണ് ഇതെല്ലാം. Anyway, thank you very much. താങ്ക് യു സോ മച്ച്. എന്താ പറയാ, ആഘോഷങ്ങൾ ഒരുപാട് ഓണത്തിന്റെ ഒന്നും ആഘോഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പം ഈ ഒരു സദ്യ ഉണ്ട്, ഞങ്ങള് എന്താ പറയാ ഒരുക്കിയ ഒരുക്കങ്ങളിൽ കൂടെ ചേർന്നതിന് ഐ എം സോ എന്നെയും ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്ത് ഈ ഒരു ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇലയട തന്നതിന് ഇനി നമ്മള് സദ്യ കഴിക്കാൻ പോകുന്നു. താങ്ക് യു സോ മച്ച്. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. താങ്ക് യു. അമൃത ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ആദ്യം പരിപ്പ് കൂട്ടി കഴിക്കണം, അതിന് ഇച്ചിരി ചോറിടും. ശരി. പിന്നെ നെക്സ്റ്റ് ഞങ്ങള് സാമ്പാർ വിളമ്പും, അതിന് കുറച്ച് ചോറിടും. അങ്ങനെ ഘട്ടമായിട്ടേ ഞങ്ങൾ ചെയ്യത്തുള്ളൂ. ഓക്കെ. പപ്പടം കൂട്ടി കഴിക്കണം. കഴിയട്ടെ? ചേച്ചി കൂടുന്നില്ല? ഇല്ല, ഞാനെല്ലാം ഉണ്ടാക്കിയിട്ടിരിക്കുവല്ലേ, അന്നേരം ഇച്ചിരി ക്ഷീണവാ. ഓക്കെ. എന്തായാലും ഞങ്ങളുടെ വിഭവ സമൃദ്ധമായ സദ്യ ഉണ്ടോളൂ. ഇതേപോലെ വിഭവ സമൃദ്ധമായ സദ്യ പോലെ തന്നെ വിഭവ സമൃദ്ധമായ അമൃതയിലെ പരിപാടികളുമായി എന്റെ പ്രേക്ഷകർ ഞങ്ങളോടൊപ്പം കൂടുക, പ്രത്യേകിച്ച് ആനീസ് കിച്ചണിലൂടെ. അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. Till then, goodbye. Annie's Kitchen. Let's cook with love.